അമേരിക്കയിലേക്ക് കൊക്കോ കയറ്റുമതി ചെയ്ത് ശ്രദ്ധേയനായ കോട്ടയം മണിമല കൊച്ചുമുറിയിൽ KJ വർഗീസ് എന്ന മോനായി ദേശീയ അവാർഡിന്റെ തിളക്കത്തിലാണ്. അസം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ കോൺക്ലേവിലാണ് മിസോറാം കൃഷിമന്ത്രി ഇദ്ദേഹത്തിന് ഏറ്റവും മികച്ച കൊക്കോ കർഷകനുള്ള അവാർഡ് നൽകിയത്. ദേശീയ അവാർഡിന്റെ തിളക്കത്തിലാണല്ലോ ഇപ്പം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വളരെ സന്തോഷമുണ്ട്. ഇന്ത്യയിൽ അത് നാഷണൽ അവാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഉള്ള ആൾക്കാരെ, കൃഷിക്കാരെ വരുത്തി അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും വിളിച്ചതാണ്. അതിൽ കേരള ഗവൺമെൻറ് എന്നെയാണ് ഇതിന് നോമിനേറ്റ് ചെയ്തത്. ഏതായാലും ആസാമിൽ വെച്ചാണ് ഈ കൊക്കോയുടെ കോൺക്ലേവ് നടന്നത്. ആസാം, മേഘാലയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ കൊക്കോ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സർക്കാരിന് അവിടെ ഒരു കോൺക്ലേവ് നടത്തിയ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ള ആ ഒരു ചടങ്ങാണ് നടത്തിയത്. കാഷ്യൂ ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റാണ് ഈ ചടങ്ങ് നടത്തിയത്. ദേശീയ അവാർഡിന് പരിഗണിച്ച് ആ സമയത്ത് ഈ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും അതുപോലെ തന്നെ കൊക്കോ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഹൈ ഓഫീസേഴ്സ് എല്ലാം കൂടി സെലക്ട് ചെയ്താണ് നമ്മൾ തിരഞ്ഞെടുത്തത്. 45 വർഷമായി കൊക്കോ കൃഷി നടത്തിവരുന്ന ഇദ്ദേഹം കൊക്കോയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ഇത് കർഷകരെ പഠിപ്പിക്കുകയും ചെയ്ത് ശ്രദ്ധേയനാവുകയാണ്. കർണാടകയിലും കൊക്കോ സംഭരണം നടത്തുന്ന ഇദ്ദേഹം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കൊക്കോ തൊണ്ടോടെ എടുത്ത് ശാസ്ത്രീയമായി സംസ്കരിച്ച് ചോക്ലേറ്റ് കമ്പനികൾക്ക് നൽകുന്നുമുണ്ട്. കൊക്കോ നിർമ്മാണ കമ്പനി രൂപീകരിച്ച് ചോക്ലേറ്റ്, കൊക്കോ പൊടി, വിനാഗിരി പോലെയുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊക്കോ ബട്ടർ പൗഡർ, പിന്നെ ചോക്ലേറ്റിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അത് പിന്നെ കൊക്കോ ജ്യൂസിൽ നിന്ന് ഞങ്ങൾ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ലൈസൻസ് എടുത്തിട്ടില്ല, കിട്ടുമായിരിക്കും. പിന്നെ കൊക്കോ ഒരു ജ്യൂസുണ്ട്. അതുപോലെ തന്നെ വിനാഗിരി ഉണ്ടാക്കാം. പിന്നെ കൊക്കോ തൊണ്ടിനൊരു ഉപയോഗമുണ്ട്. കൊക്കോ തൊണ്ട് വിദേശത്തേക്ക് ഞങ്ങൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അവിടെ കയറ്റിക്കൊണ്ടിരിക്കുക, ജപ്പാനാണ് പോകുന്നത്. അത് തൊണ്ട് വെറുതെ നമ്മൾ മണ്ണിക്കളയുന്ന സാധനമാണ്. അവരത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ കഴിയില്ല, ഐസ്ക്രീം നിറയ്ക്കാനായിട്ടാണ്. കൊക്കോത്തോട് ഐസ്ക്രീം കപ്പിനായി ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. കൊക്കോയ്ക്ക് വിലയിടിക്കാൻ വൻകിട കമ്പനികൾ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം വിദേശങ്ങളിലേക്ക് കൊക്കോ കയറ്റി അയച്ച് അതിനെ പ്രതിരോധിക്കുകയാണ്. 1980 മുതൽ കൊക്കോ കൃഷി ചെയ്യുന്ന KJ വർഗീസ് തനിക്ക് കിട്ടിയ നേട്ടമെല്ലാം ദൈവം നൽകിയ ദാനമാണ് എന്നേറ്റു പറയുന്നു. തുടർച്ചയായി നടത്തിയ പ്രാർത്ഥനകൾ ജീവിതത്തിന് വഴിവിളക്കായി മാറി. അദ്ദേഹം പറയുന്നു, 10 വർഷം മുൻപ് കൊക്കോ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി മണിമല കേന്ദ്രീകരിച്ച് കൊക്കോ ഉൽപാദക സംഘം അദ്ദേഹം രൂപീകരിച്ചിരുന്നു. വിദേശത്തു നിന്നുവരെ മികച്ച ഇനം കൊക്കോ കൊണ്ട് മികച്ച തൈകൾ ഉണ്ടാക്കി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും വിതരണം ചെയ്യുന്നുണ്ട്. 4 പഞ്ചായത്തുകളിൽ 1 രൂപ വിലയ്ക്ക് 4000 തൈകൾ വിതരണം ചെയ്തതും മാതൃകയായി. മണിമല എന്നർത്ഥം വരുന്ന ബെൽമൗണ്ട് എന്ന സ്ഥാപനം മൂലേപ്ലാക്കൽ പാലത്തിനോട് ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ചോക്ലേറ്റ് നിർമ്മാണ പരിശീലനവും വിൽപ്പനയുമുണ്ട്. കൊക്കോ കൊണ്ടുള്ള 10 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബ്രൗൺ ഗോൾഡ് കൊക്കോ പ്രൊഡക്റ്റ് എന്ന കമ്പനിയുടെ ചെയർമാനാണ് ഇദ്ദേഹം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏക കൊക്കോ നിർമ്മാണ കമ്പനിയാണിത്. നബാർഡിന്റെ സഹായവും ഉണ്ട്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിവിധതരം തൈകൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഒരായുഷ്കാലം കൊക്കോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഇദ്ദേഹത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരത്തിലൂടെ മണിമല എന്ന ഗ്രാമവും ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഭാര്യ മേരിയമ്മ വർഗീസും കൊക്കോ കൃഷിയിൽ വർഗീസിന് തുണയും താങ്ങുമായും എപ്പോഴുമുണ്ട്. ജിഫിൻ K. ജോർജ്, നീതു K. ജോർജ്, എഫിൻ K. ജോർജ് എന്നിവർ മക്കളാണ്.